ഒരു വിശാലമായ ഗ്രാമത്തിൽ ഒരു നല്ല കുടുംബമായിരുന്നു മാധവനും അമ്മ ഗൗരിയുടേതും. മാധവൻ ചെറുപ്പം മുതൽ വളരെ മിടുക്കനും പഠനത്തിലും കരുത്തിലും മുമ്പന്തിയിലായിരുന്നു. ഗൗരി അമ്മയുടെ സ്വപ്നമാണ് മാധവൻ നല്ല നിലയിൽ കാണുന്നത്. മാധവൻ വളർന്ന് ഒരു വലിയ നഗരത്തിൽ ജോലി ചെയ്തു. അമ്മയുമായി നേരത്തെ ഉണ്ടായിരുന്ന ആത്മബന്ധം കുറയാൻ തുടങ്ങി. മാധവൻ വിവാഹം കഴിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തിരക്കുകൾ കൂടി. മാധവൻ അമ്മയെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. അമ്മക്ക് വേണ്ട കാര്യങ്ങൾ അവൻ സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ സമയം നൽകാൻ പറ്റാതെ മാധവൻ മാറി നിന്ന് പോകുന്ന പോലെ തോന്നിച്ചു. ഒരു ദിവസം ഗൗരിയമ്മ മാധവനോട് ചോദിച്ചു, മകനെ, നിനക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലേ? മാധവൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, അമ്മേ, എന്റെ ജോലി എത്ര തിരക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ്. ചിരിയോടെ മറുപടി പറഞ്ഞു. നിന്റെ ചെറുപ്പത്തിലൊക്കെ നിനക്ക് എന്നോട് സംസാരിക്കാനും ചെലവഴിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു. നീ മറന്നോ? ഞാൻ നിന്നോട് സമയം ചോദിക്കുന്നത് ഒരമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ മാത്രമാണ്. രാത്രിയിൽ പതിവില്ലാതെ ഇരുന്നു. അമ്മയുടെ ഓരോ ത്യാഗവും ഓർത്ത് കണ്ണിൽ വെള്ളം നിറഞ്ഞു. അടുത്ത ദിവസം മാധവൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അമ്മയും കൊണ്ട് എവിടെയും ഒന്ന് പോവണം. അമ്മയെ എടുത്ത് പാർക്കിലേക്ക് കൊണ്ടുപോയി. മാധവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നിന്റെ മകൻ ഇപ്പോഴും നിനക്കായി സമയം നൽകുന്നവനാണ്. അമ്മയുടെ കണ്ണുകൾ സന്തോഷത്തോടെ തെളിഞ്ഞു.